ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം. എല്ലാവരും പറഞ്ഞ പ്രമാണിച്ച് ഇന്ന് ഞാൻ എൻ്റെ മുടി 2 ആഴ്ച കൊണ്ട് സത്യം കേട്ടോ 2 ആഴ്ച കൊണ്ട് വളരുന്ന എന്താ ഒരു ടിപ്സ് എന്നുള്ളത് നിങ്ങളെ കാണിച്ചിരിക്കും. എല്ലാവരും ചോദിച്ച പ്രമാണിച്ചാണ് അത് ഞാൻ കാണിച്ചേക്കുന്നത്. കാരണം എന്നും എപ്പോഴും നിങ്ങൾ അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. കാരണം കഷ്ടമല്ലേ, നമുക്ക് പറ്റുന്ന ടിപ്സുകളെല്ലാം നമുക്ക് പ്രയോജനം വരുന്ന രീതിയിലുള്ളതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കും. മുടി വളരുന്ന ടിപ്സ് ഏതാണേലും ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കും. അതിന് ആരും മറക്കത്തില്ല. കാരണം എൻ്റെ മുടി അതുപോലത്തെ മുടിയായിരുന്നു. അതിൽ നിന്ന് മാറി മാറി ടിപ്സ് ചെയ്ത് ഏതാ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടിപ്സ് എന്ന് പറഞ്ഞാൽ മുടിക്ക് ഏതാ യൂസ്ഫുൾ ആയതെന്ന് വെച്ചാൽ ആ ടിപ്സുകളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലാത്ത ഒന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല കേട്ടോ. കാരണം അത് നല്ലതായിട്ട് ബോധ്യം വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇത്രയും ഇതിൽ പെട്ടെന്ന് മുടി വളരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഓരോരുത്തർ ഇങ്ങനെ തമ്പനയിലൊക്കെ കൊടുക്കാറുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് മുടി വളർന്നു അന്നൊക്കെ. അത് പക്ഷെ എനിക്ക് വിശ്വാസമില്ല. പക്ഷെ 2 ആഴ്ചക്കുള്ളിൽ മുടിക്ക് നീളം വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ ഞാൻ ചെയ്തിട്ടാണ്. അതെന്നാന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക. കൂടാതെ ഇന്നത്തെ പാചകവും എല്ലാം ഉണ്ട് വീഡിയോയിൽ. അപ്പൊ ഇന്ന് മകയിര നൊയമ്പാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് എല്ലാവർക്കും മകയിര നൊയമ്പ് എടുക്കേണ്ടവരെല്ലാം എടുക്കുക കേട്ടോ, നല്ലതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ അത് കണ്ടു നോക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോയേക്കാം. അപ്പം വെളുപ്പിന് തന്നെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ടോ. ഇന്ന് മകയിര നൊയമ്പ് തുടങ്ങുമല്ലേ, ഉച്ചയാവും. സമയമൊക്കെ അറിയാം, ഉച്ചയോട് കൂടി തുടങ്ങും. അപ്പൊ എന്നിരുന്നാലും നമ്മൾ രാവിലെ തന്നെ കുളി കഴിഞ്ഞിട്ട് നമ്മളൊരു വെള്ളം പോലും അടുപ്പത്ത് വെക്കാവുള്ളൂ. ഞാൻ പറയാം കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞിട്ട് നമ്മൾ തലേന്നെല്ലാം തുടച്ചെല്ലാം ഇട്ടതിന് ശേഷം, മൊത്തം അടുക്കള എല്ലായിടും തുടച്ചെല്ലാം ഇട്ടതിന് ശേഷം കുളി കഴിഞ്ഞ് കൈക്കരി അതും ഇതും എല്ലാം മാറ്റും കേട്ടോ. എന്നിട്ട് ഞാൻ കുളി കഴിഞ്ഞിട്ടാണ് വന്നിട്ട് ചായ എല്ലാം വെക്കുന്നതും കുടിക്കാനുള്ള വെള്ളം സർവ്വ കാര്യവും കുളി കഴിഞ്ഞിട്ടാണ് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ രാവിലെ ഗോതമ്പിന്റെ ആഹാരം വേണം കഴിക്കാൻ. ഉച്ചക്ക് ഒരു നേരം മകയിര നാളിലെ ചോറുണ്ണണം. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. ചിലവര് ചിലപ്പം ഒരു നേരം പോലും ചോറുണ്ണാത്തവരും കാണും, ഗോതമ്പ് കഴിക്കുന്നവർ കാണും. പക്ഷെ ഞങ്ങൾ ഒരു നേരം ചോറുണ്ണും മകയിരത്തിൻ്റെ. ഇന്ന് എട്ടങ്ങാടി ഞങ്ങൾക്ക് ഇന്ന് തിരുവാതിര, ഇന്നലെ ഞങ്ങൾക്ക് ഏകാദശിക്ക് വിളക്ക് വെച്ചു ഞങ്ങളുടെ കരയോ കെട്ടിടത്തില്. അപ്പം ഇന്നലെ തൊട്ട് രാത്രിയില് കുറച്ചു നേരം കളി ഉണ്ടായിരുന്നു. തിരുവാതിര കളി കുറച്ച് വിളക്കെല്ലാം വെച്ചിട്ട് കുറച്ചു നേരം കളിച്ചു. പിന്നെ ഇന്ന് ഞങ്ങൾ കെട്ടിടം ഒന്ന് ശരിക്കും അങ്ങോട്ട് തൂത്തില്ലായിരുന്നേ. അപ്പൊ ഇന്ന് 2 മണിയാകുമ്പോ എല്ലാരും കെട്ടിടം വൃത്തിയാക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ഞങ്ങൾക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സെക്രട്ടറിയുടെ വീട്ടിൽ വെച്ചാണ് എട്ടങ്ങാടി നിവേദ്യം ഇന്ന് വൈകിട്ട്. അതും കഴിഞ്ഞ് ഇന്നും ഞങ്ങൾ തിരുവാതിര കുറച്ചു നേരം, ഇന്ന് കുറച്ചല്ല, ഇന്ന് കുറെ കളിക്കണല്ലോ. അപ്പൊ കളിക്കും. നാളെയാണ് മൊത്തം സമയം കളിക്കുന്നത്, ഉറക്കം നിൽക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ ഉച്ചക്ക് ഒരു നേരം ഞങ്ങൾ ചോറുന്നുണ്ട്, രാത്രിയിലും ഗോതമ്പിന്റെ കേട്ടോ. ഏത്തപ്പഴം എല്ലാം തിന്നാലും മതി. നാളെയാണ് പുഴുക്ക് വെക്കുന്നത്, തിരുവാതിരപ്പഴം. ചിലവര് നാളെ വെക്കുന്നവര് കാണും. ഇത് പറയുവാണ്, ഞങ്ങൾ നാളെയാണ് പുഴുക്കൊക്കെ വെക്കുന്നത്. പുഴുക്കിന്റെ സാധനങ്ങള് ഇന്നലെ പോയി ചേട്ടനെല്ലാം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇത്തവണ എല്ലാം കുറച്ചേ മേടിച്ചിട്ടുള്ളൂ. സർവ്വ സാധനം എല്ലാം അറിയില്ല പുഴുക്കിന്റെ സാധനം എന്തൊക്കെയാണുള്ളത്. അപ്പൊ അതെല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ട്. നാളെ നമുക്ക് പുഴുക്ക് വിടുന്നതാണ്. ഉച്ചയ്ക്ക് അതാണ് കഴിക്കുന്നത്. അപ്പൊ നാളത്തെ കാര്യം നാളെ പറഞ്ഞാൽ മതി അല്ലേ. അപ്പൊ ഇപ്പൊ എന്താണേലും നമ്മൾ ഉപ്പുമാവ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇപ്പൊ കുളിയെല്ലാം കഴിഞ്ഞിട്ടല്ലേ, അരിയൊന്നും വെച്ചിട്ടില്ല. അരിയെല്ലാം വെക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്റെ ഉപ്പുമാവെല്ലാം റെഡിയായി. അരിക്ക് വെള്ളം വെച്ചു. അരി അടുപ്പത്തോട്ടിടും. തിളയ്ക്കുന്നതിന് മുമ്പൊക്കെ ഞാൻ അരി അടുപ്പത്തിടും. അതൊക്കെ ചുമ്മാ പണ്ടുള്ളവർ പറയുന്ന. മൂത്ത മോൻ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പുട്ടിനെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ കാണാം. അപ്പോഴേ നമ്മുടെ ഉപ്പുമാവ് പരിപാടി എല്ലാം കഴിഞ്ഞ്
പച്ചമുളകിനെ ഞാൻ ഇതിനകത്ത് കീറിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു പുളിശ്ശേരി ഇന്ന് വെക്കണം. കാരണം ഇന്നലത്തെ രസം കൊണ്ടാണ് പിള്ളേർക്ക് കൊടുത്തത്. രസം കൂട്ടും, പക്ഷെ ഇന്ന് നമുക്ക് പുതിയ കറി വെക്കണ്ടേ, പഴയതൊന്നും നമുക്ക് കൂട്ടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു പുളിശ്ശേരിയെ വെള്ളരിക്കയും പച്ചമുളകും കൂടെ കീറിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നമുക്ക് അവനെ അങ്ങ് ഒരാവി കയറിയാൽ മതിയല്ലോ, വെക്കാം. പിന്നെ ഇന്നലെ സിനിമയ്ക്ക് ഞങ്ങൾ പോയായിരുന്നല്ലോ. അപ്പം ആ സിനിമയ്ക്ക് പോയിട്ട് രേഖാചിത്രം സിനിമയാണ് ഇന്നലെ കണ്ടത്. കുഴപ്പമില്ല കേട്ടോ, കണ്ടിരിക്കാം, ബോറല്ല, കണ്ടിരിക്കാം. ചില ബോറ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതെന്താണേലും കണ്ട് നമുക്കിരിക്കാം, ഒരു കുഴപ്പമില്ല. ഒരു കൊലയാണ്, കൊല കൊല കൊല. രാത്രി തിരിച്ച് നമ്മൾ വരുമ്പോൾ നമുക്ക് ഭീകരമായിട്ട് തോന്നും. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ലതൊന്നുമല്ല, ബോറടിക്കത്തില്ല, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് മകയിരനോയമ്പാണ്. ഇന്നും നാളെ രാവിലെ വെളുപ്പിന് മകയിരനാൾ മക്കൾ ഉണരുന്നതിന് മുമ്പ് കുളിക്കണം എന്നാണ് ശാസ്ത്രം. പക്ഷെ എനിക്കൊരു ധൃതിയും വെക്കണ്ട, അവധിയല്ലേ ശനി ഞായർ. അതുകൊണ്ട് എൻ്റെ മക്കള് ഉണരുന്നതിന് മുമ്പ് എനിക്ക് ഓടിപ്പോയി കുളിക്കണ്ട. എൻ്റെ മക്കൾ വെളുപ്പിനെ ഒന്നും ഉണരത്തില്ല, 9 മണിയായാലേ ഉണരത്തുള്ളൂ. അതുകൊണ്ട് അവധിയുള്ള ദിവസം, അല്ലാത്തപ്പോൾ സ്ട്രിക്റ്റ് ആവട്ടോ. അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട കുളിക്കുന്നതിന് കേട്ടോ. എനിക്ക് സമാധാനമായിട്ട് പോയി കുളിച്ചിട്ടൊക്കെ വന്നാൽ മതി കേട്ടോ. അതുകൊണ്ട് എൻ്റെ മക്കളുടെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. എൻ്റെ മക്കള്, ഞാനുള്ള സത്യം പറയും, അവരെഴുന്നേൽക്കുന്ന ഒരു 9 മണിയെങ്കിലും ആകും അവധി ദിവസം. കാരണം അവധി ഇല്ലാത്തപ്പോൾ കിടക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവർ കിടക്കും, ഞാൻ വിളിക്കത്തില്ല. അവരെഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കും, പിന്നെ ഒത്തിരി താമസം വിളിക്കും, അത്രേ ഉള്ളൂ. ഇത്രയൊക്കെ വലിയ പിള്ളേരായില്ലേ, കൊച്ചിലെ ചിട്ടയോടുകൂടി ആക്കി വിളിച്ചൊക്കെ എഴുന്നേൽപ്പിക്കുമായിരുന്നു കേട്ടോ. ഒരു പ്രായമാകുമ്പോൾ അവർക്ക് ഇച്ചിരി കുറച്ചൊക്കെ ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കണം. അപ്പം ടെൻഷൻ അടിക്കണ്ട, മകയിരനാള് അവധിയാണ് ആയതുകൊണ്ട് നേരത്തെ വെളുപ്പിനെ പോയി കുളിക്കണം എന്നുള്ളത്. എൻ്റെ മക്കൾക്കറിയാം അമ്മയ്ക്ക് ചുമയൊക്കെയാണെന്ന്. ചുമ്മാ അടിച്ചതാട്ടോ, അതൊന്നും ഓർത്തല്ല, അവർ കിടന്നുറങ്ങും. പിന്നെ ഈ കയ്യൊറ ആരോ എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ, ഒരു സബ്സ്ക്രൈബർ, ചേച്ചി കയ്യിടുന്ന ഇത് എവിടുന്ന് മേടിക്കുന്നതാണ്. നമ്മുടെ എല്ലാ കടകളിലും ഉണ്ട് കേട്ടോ, പലവ്യഞ്ജന കടയിലും ഇവിടെ എല്ലായിടത്തും ഉണ്ട്. എന്നതാ 5 രൂപ ഒക്കെ ഉള്ളൂ കേട്ടോ. അപ്പം കൈ വൃത്തിയായിട്ടിരുന്നോളും. അതിൻ്റെ കൈ മുഴുവൻ കീറിയായിരിക്കുന്നത് പാവ അതിന് അറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വരെ ഒരു കുഴപ്പമില്ല. എനിക്കിതില്ലാതെ അറിയാനും പറ്റുമല്ലോ. ഏത് വീട്ടിൽ ചെന്നാലും അയച്ചേച്ചിയുടെ വീട്ടിലും മിച്ചേച്ചിയുടെ വീട്ടിലും ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ചില വീട്ടിലൊക്കെ നമ്മൾ അരിയാൻ വേണ്ടി ചെന്ന് സഹായിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഈ സാധനം ഇല്ല. പക്ഷെ നമുക്ക് ഗമയിടാൻ പറ്റുമോ, എനിക്കിതില്ലാതെ അരിയാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റാത്ത വീടുകളുണ്ടല്ലോ. പതുക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി അരിഞ്ഞെടുക്കും. ബാക്കി നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ നമ്മുടെ അമ്മയും കുളിയൊക്കെ കഴിഞ്ഞ് മകയിരനോയമ്പൊക്കെ അമ്മയ്ക്കുണ്ട് കേട്ടോ. അമ്മ വർഷങ്ങളായിട്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇട്ട് തുടങ്ങി. നല്ല മക്കളെ കിട്ടാൻ. അതുകൊണ്ട് അമ്മയ്ക്ക് പൂട്ടുകുറ്റിയിടുന്ന പോലത്തെ 3 പെൺപിള്ളേരെ കിട്ടി. ആ പിന്നെ അല്ലാണ്ട് വന്ന 3 ആണുങ്ങളെയും കിട്ടിയില്ലേ. പിന്നെ അവർക്കുണ്ടായ മക്കളോ ആമ്പുത്രന്മാര്. പിന്നെ എന്നാ വേണം. നമ്മുടെ അച്ഛൻ എത്ര കിട്ടിയാലും പോരായിരുന്നല്ലേ. ആ അച്ഛനായിരുന്നു ഭയങ്കര ഇഷ്ടം ആൺപിള്ളേരോട്. അതായത് എന്റെ ദൈവമേ, എല്ലാ ചാനലും പോയി എന്റെ അമ്മയുടെ. 3 എന്റെ ദൈവമേ, എനിക്ക് വയ്യ ഈ അമ്മൂമ്മയുടെ കാര്യം കേട്ട. അമ്മയ്ക്ക് എല്ലാം പോയി. എന്റെ ചന്തുവിനെ മാത്രമേ അച്ഛൻ കാണാതുള്ളൂ കേട്ടോ. ആദ്യം പറഞ്ഞ കേട്ടായിരുന്നല്ലോ, ഒരാളെ മാത്രം കാണാനുള്ള യോഗ ഉണ്ടായുള്ളൂ. എല്ലാം പോയി എന്റെ അമ്മയുടെ എല്ലാം പോയി. ഇന്ന് രാവിലെ പറയാണേ, എടീ നമുക്ക് പുട്ടല്ലേ എന്ന്. ഞാൻ പറഞ്ഞു നമുക്ക് പുട്ട് തിന്നാമേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പം നമ്മുടെ അമ്മ എല്ലാം ഓർത്തു. ശരിയാണ്, ഇന്ന് ഗോതമ്പല്ലേ തിന്നാൻ പറ്റുള്ളൂ. പണ്ടോട്ടേ നോയമ്പെടുക്കുന്ന കേട്ടോ. ഞാൻ പിന്നെ അതുകൊണ്ട് എല്ലാം മറക്കാതെ പറഞ്ഞു എല്ലാം ചെയ്യും അല്ലേ അമ്മേ. ഈ അമ്മമ്മയുടെ കാര്യം എന്നാ പറയാന്. നമ്മുടെ അമ്മയുടെ കാര്യങ്ങളൊക്കെ അമ്മയൊക്കെ ഇത്രയെങ്കിലും ഉണ്ട്. നമ്മളൊക്കെ ഇതിന് മുമ്പേ ചാനല് പോകും അല്ലേ, ശരിയല്ലേ. ഇനി തന്നെ അടുത്ത പരിപാടി അമ്മയുടെ ഇന്ന് നല്ല ഭാഗവതം വായിക്കുന്ന. ചില സമയത്ത്
വായിച്ച് വായിച്ച് അവിടെ തൂങ്ങുന്നതാണായിരുന്നു ഉറങ്ങി. അപ്പൊ ചേട്ടൻ കൊടവാളെടുത്ത് വരും. വാതുക്കായിരുന്നു ഉറങ്ങരുതെന്ന് പറഞ്ഞിട്ടില്ലേ അമ്മയോട്? ആരേലും പിടിച്ചോണ്ട് പോയാ അറിയുവോ? പിടിച്ചോണ്ട് പോയാൽ തിരിച്ചുകൊണ്ട് വിടും, സ്വർണ്ണ എന്നെ എടുത്തിട്ട്. ഇനിയത്തെ പ്രായം അതല്ലേ, ശരിയല്ലേ? അപ്പൊ എന്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആടലോടകത്തിന്റെ ഇല പാവം കേട്ടോ, നല്ല സ്നേഹമുണ്ട്. അപ്പൊ നമുക്കിപ്പൊ ചേട്ടൻ അത് തിരക്കാന്ന് പറഞ്ഞു ആടലോടകത്തിന്റെ ഇലയെ. പക്ഷെ നമുക്ക് ഈ 3 ദിവസം ഇപ്പം വ്രതമല്ലേ, അതിനകത്ത് മുട്ട ചേർക്കണമെന്നല്ലേ മോളെ പറഞ്ഞ്. അതെന്താണേലും ഞാൻ പ്രയോഗിക്കും കേട്ടോ. പണ്ട് എന്റെ നന്ദുക്കുട്ടന് എപ്പോഴും കഫക്കെട്ട് വരുമ്പോ ഞാൻ ആടലോടകത്തിന്റെ ഇല എടുത്ത വറുത്ത പൊടിച്ച തേനിനകത്ത് ചേർത്ത ഓരോ സ്പൂൺ എന്നും രാവിലെ കൊടുക്കുമായിരുന്നു. കംപ്ലീറ്റ് കഫക്കെട്ട് പോയതാ കേട്ടോ. അത് കറക്റ്റാ മോള് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അന്വേഷിച്ചാലും നൊയമ്പല്ലേ, അത് കഴിഞ്ഞ് എന്താണേലും ചുമ പോയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. വളരെ വളരെ നന്ദി കേട്ടോ പറഞ്ഞു തന്നതിന്. അപ്പം നമുക്ക് അവിയലിനെ അരിയുക കേട്ടോ. പുളിശ്ശേരി വെച്ചു, ഇനി അവിയലിനെ അരിയുവാണ്. അത് കഴിഞ്ഞൊരു മെഴുക്കുവരട്ടിയും വെക്കണം. ഇതാണ് ഇന്നത്തെ കറി. ഇന്ന് മീനൊന്നും എടുക്കത്തില്ലല്ലോ, നൊയമ്പല്ലേ. അപ്പൊ നമുക്ക് അരിഞ്ഞിട്ടൊക്കെ കാണാം. അപ്പൊ നമ്മുടെ അവിയലിന്റെ കഷ്ണം നമ്മൾ അരിഞ്ഞു കേട്ടോ. മുരിങ്ങയ്ക്ക, കുറച്ച് ചേന, പടവലങ്ങ, പിന്നെന്തായിരുന്നു, വെള്ളരിക്ക, ഇത്രയും കൂടാണ് നമ്മുടെ അവിയല്. ഒരു ശകല അവിയലേ വെക്കുന്നുള്ളൂ, കാരണം നാളത്തേക്ക് നമുക്ക് വേണ്ട. അതുകൊണ്ട് നാളെ നമ്മള് എന്തായിരുന്നു അവിയല് നാളെ വേണ്ടല്ലോ നമുക്ക്, നാളെ ഉച്ചയ്ക്ക് പുഴുക്കല്ലേ. അപ്പം ശകല അവിയലേ വെക്കുന്നുള്ളൂ. എത്ര ശകലം വെച്ചാലും ഇച്ചിരി വരും, അതെടുത്ത് നമുക്ക് വെക്കാം. മറ്റന്നാളാണെങ്കിലും എടുക്കാലോ. ഞാനിന്ന് മിച്ചം വരരുതെന്നും പറഞ്ഞാ വെക്കുന്നത്. പക്ഷെ നമ്മുടെ കൂടപ്പുറപ്പാണല്ലോ മിച്ചം വരുന്നത്. എല്ലാം കൂടെ അരിഞ്ഞു വരുമ്പോ ശകലം അരിഞ്ഞില്ല, ടേസ്റ്റും കിടത്തില്ല. അതാണ് പ്രശ്നം. അപ്പൊ ഉപ്പുമെല്ലാം ഇട്ടു, തീ കത്തിച്ചിട്ട് തീയും കൂടെ നമുക്ക് കത്തിച്ച അവിടെ നിന്ന് പതുക്കെ ഇന്ന് വേഗട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും അടുത്ത കൊരട്ടി വെക്കാൻ അരിയാം. നമ്മുടെ കുഞ്ഞവിയൽ വലിയ അവിയലായെന്ന് തോന്നുന്നു കേട്ടോ. ഇനി നമുക്ക് ഇവനെ അങ്ങോട്ട് വെന്തു വെള്ളം എല്ലാം പറ്റി ഇനി നമുക്ക് നമ്മുടെ അരപ്പിട്ട് പുളിയും പിഴിഞ്ഞൊക്കെ ഒഴിച്ച് എല്ലാം നോക്കാം. അങ്ങനെ നമ്മുടെ അവിയലിന് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ മേളിലോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. കറിവേപ്പിലയൊക്കെ ഇട്ടു. നല്ല അടിപൊളി അവിയലായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അപ്പോൾ അതവിടെ പമ്മി അവിടെ ഇരിക്കട്ടെ കേട്ടോ. പൂച്ച പോലെ പമ്മി അവിടെ ഇരിക്കട്ടെ. ഇത് അഞ്ഞുകൂട്ടിയെന്ന് ഉച്ചക്കലത്തെ ഒരു നേരത്തേക്കോ അല്ലേ. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഒത്തിരി ഒന്നും വേണ്ട, എല്ലാം കുറച്ച് മതി. അതാണ് പ്രശ്നം. എന്താ നല്ല അടിപൊളി അവിയൽ. അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. പുളിശ്ശേരി വെച്ചു, അവിയൽ വെച്ചു, തോരന വെച്ചേട്ടോ, തോരനും വെച്ചു. ഇത്രയും പണികൾ കഴിഞ്ഞു. ബസ് നിർത്തി. നാരങ്ങാവെള്ളം ചേട്ടനുണ്ടാക്കി, ഞാൻ കുടിക്കുന്നില്ല. നോയമ്പൂണിന് നാരങ്ങാവെള്ളം കുടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, അതിൻ്റെ അല്ല, ചുമയുള്ളതുകൊണ്ട് നാരങ്ങാവെള്ളം കുടിക്കുന്നില്ല, ചൂടുവെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. അപ്പം ഇനി എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ മുട്ടത്താളി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. എല്ലാവരും ഇന്നലെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, മുട്ടത്താളി എങ്ങനെയാ ചേച്ചി ഉണ്ടാക്കുന്നത് ഒന്ന് പറയുമോന്ന് ചോദിച്ചു. ശ്രദ്ധിച്ച് കണ്ടോണം കേട്ടല്ലോ. മുട്ടത്താളിക്ക് വേണ്ട ചെമ്പരത്തി ഇതാ, ഈ ചെമ്പരത്തി എന്നില്ല ഞാൻ എടുക്കുന്ന ഇതാ, ഏത് ചെമ്പരത്തി ആണെങ്കിലും മതി. അപ്പൊ ഇതിന്റെ ഇലകള് നമ്മള് ഒരു എത്രയാന്ന് കാണിച്ചു തരുന്നത്, എത്രയാന്ന് ഒരു 10-12 എണ്ണം മതി കേട്ടോ. കുറച്ച് നമുക്ക് തലത്തേക്കാൻ മാത്രം മതി. ഇതും എടുത്ത് ഇതിന്റെ പഴയ പൂവൊക്കെ നല്ല കേട്ടോ, ഒരു 5 പൂ ഇതിന്റെ അതുമെല്ലാം എടുത്തിട്ട് ബാ കാണിച്ചു തരാവേ. ഈ പൂവും ഇല എല്ലാം കൂടെ നമ്മുടെ മിക്സിയിലോട്ട് ഇടുക. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നില്ല, കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം തല തേക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ഭയങ്കര കഫക്കെട്ടും ചുമയൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തേക്കുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് തേച്ചതാന്ന് ഞാൻ പറഞ്ഞില്ല. അതിൻ്റെയൊക്കെ തണുപ്പ് പിടിക്കാത്തവർക്ക് വലിയ പാടാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, എനിക്ക് അതിന് മുമ്പ് ചുമയൊക്കെ തുടങ്ങിയോണ്ടാണ് ഇത്രയും ആയിപ്പോയത്. എന്നിട്ട് ഇത് മിക്സിയിലോട്ടെല്ലാം കൂടി ഇടുക. ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുക, നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു തുണിയിൽ വെച്ച് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ സത്ത് ഇങ്ങനെ ഒരു ബൗളിനകത്തോട്ട് എടുക്കണം. എന്നിട്ട് കോഴി മുട്ടയുടെ
വെള്ളം മാത്രം ഈ സത്തിനകത്തോട്ട്, ഈ പിഴിഞ്ഞ ജ്യൂസിനകത്തോട്ട് ഒഴിക്കുക. കലക്കി അടിച്ച് നന്നായിട്ട്, വേണേൽ മിക്സിയിലിട്ടാൽ ഒന്നുകൂടെ യോജിക്കുവേ. ഞാൻ മിക്സിയിലൊന്നും ഇടാറില്ല, നന്നായിട്ട് യോജിപ്പിച്ച് അടിച്ച് കലക്കും. എന്നിട്ട് നമ്മൾ ശകല എണ്ണ നമ്മുടെ തലയിലൊക്കെ തേച്ച്, സ്കാൽപ്പലെല്ലാം തേച്ചിട്ട് ഈ താളി നന്നായിട്ട് സ്കാൽപ്പലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് 20 മിനിറ്റ് നിങ്ങൾ ഇരിക്കണം കേട്ടോ. എന്നിട്ട് മാത്രമേ വെറും വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ ആഴ്ചയിൽ 1 ചെയ്താൽ മതി. മുടി പനങ്കൊല പോലെ വളരുമെന്നുള്ളത് 100% ഞാൻ ഗ്യാരണ്ടി തരുവാണ്. എൻ്റെ മുടി സത്യമായ കാര്യമാണ്. എൻ്റെ മുടി ഇപ്പം 2 ആഴ്ച ഒരിക്കലെങ്കിലും കുറച്ച് വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. ഇതാണ് മുട്ടത്താളി. ഇനി ആരും എന്നോട് ചോദിച്ചു ഒരു മുട്ടത്താളിയുടെ ആരെ അടിച്ച് പൊട്ടിച്ച് കളയും ഞാൻ കേട്ടല്ലോ. എല്ലാവരും ഉപയോഗിക്കണം, എന്നിട്ട് റിസൾട്ട് പറയണം കേട്ടോ. എൻ്റെ ചിക്കൻ കറിയുടെ കാര്യം പലരും പറഞ്ഞിട്ടുണ്ട്. മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ സീന പേഴ്സൺ കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ജയയുടെ ചിക്കൻ കറി വെച്ചിട്ട് 100 മാർക്കും കിട്ടിയിട്ടോന്നും പറഞ്ഞ് മെസ്സേജ് വിട്ടിട്ടുണ്ട്. വളരെ ഉപകാരം, വളരെ താങ്ക്സ് കേട്ടോ. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രേ ഉള്ളൂ. നമുക്ക് രസകരമായ വീഡിയോസൊക്കെ ഇനി ഇടാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും അപ്പം മകയിര നോയമ്പ് എടുക്കണം. മകയിര നോയമ്പ് മക്കൾക്ക് വേണ്ടിയാണ്. തിരുവാതിര നോയമ്പ് നമ്മുടെ ഭർത്താക്കന്മാർക്കും നമുക്ക് നല്ല ആയുഷ് ആരോഗ്യവതികളായിട്ടല്ല ഇരിക്കാനും ഐശ്വര്യമായിട്ട് ജീവിക്കാൻ പലതുണ്ട്. പലരും പലതായി ഇതായി പറയുന്നത് നമുക്ക് പണ്ട് തൊട്ടേ അറിയാം. മംഗല്യം ഇല്ലാത്തവർ നോയമ്പെടുത്താൽ നല്ല ഭർത്താക്കന്മാരെ കിട്ടും. ഞാൻ വർഷങ്ങളായിട്ട് കല്യാണത്തിന് മുമ്പ് തന്നെ ഞാൻ ഈ തിരുവാതിര നോയമ്പും മകയിര നോയമ്പും ഒക്കെ എടുക്കുന്നതാണ്. ഇതുവരെ നമുക്ക് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ സുമകനായ ഭർത്താവിനെ എനിക്ക് കിട്ടിയത് നോയമ്പെടുത്തിട്ടാട്ടോ. തിരുവാതിര നോയമ്പൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഞാനും ചേച്ചിമാരും എല്ലാവരും കല്യാണത്തിന് മുമ്പ് തന്നെ തിരുവാതിര നോയമ്പെല്ലാം എടുക്കുമായിരുന്നു. അതുകൊണ്ട് നല്ല ചുറുചുറുക്കന്മാർ ഭർത്താക്കന്മാരെ കിട്ടിയില്ലല്ലേ? അതുപോലെ നിങ്ങളും എടുത്തോ, നിങ്ങൾക്കും കിട്ടും കേട്ടോ. ഇനി കല്യാണം കഴിക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഇപ്പം വരാവേ. അപ്പം ഞാൻ അടുപ്പത്തെ നിർത്താൻ അന്നേരം എന്നാ ചുറുചുറുക്കന്മാരൊക്കെ ആയിട്ടുള്ള ഭർത്താക്കന്മാരെ എല്ലാം കല്യാണം കഴിക്കാത്തവരും എടുത്തു തുടങ്ങിക്കോ കേട്ടോ. തിരുവാതിര നോയമ്പൊക്കെ സൂപ്പറാട്ടോ. നമ്മുടെ അനുഭവത്തിലൂടെ പറയുകയാണ്. അതുപോലെ മകയിര നോയമ്പ് എടുത്തോ. എല്ലാവരും കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ മകയിര നോയമ്പ് എടുത്തു. മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. എൻ്റെ മക്കളെ സംബന്ധിച്ച് ഇതുവരെ ദോഷങ്ങൾ ഉണ്ടായിട്ടില്ല. ഇനിയുള്ള കാലം ശേഷം ചിന്തി എന്ന് പറയുന്ന പോലെ, ജ്യോതിഷന്മാരെഴുതുന്ന പോലെ നമുക്ക് ബാക്കി ഭാവി കാലത്തെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥകളാണ്. ഇതുവരെ കുഴപ്പമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതിലപ്പുറം ഞാൻ പറയത്തില്ല. നമ്മുടെ കണിയാന്മാര് എന്താ നമ്മുടെ ജ്യോതിഷം ഇതെഴുതത്തില്ലേ, എന്താ നമ്മുടെ ജാതകം. ഓക്കെ, ജാതകം എഴുതുമ്പോഴത്തേക്കും ലാസ്റ്റ് ശേഷം ചിന്ത്യം എന്നെഴുതത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവരെഴുതുന്നതിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ ഇനിയും ജീവിച്ചിരിക്കാം, ചിലപ്പോൾ അവർ പറഞ്ഞതിനപ്പുറം ജീവിച്ചിരിക്കാം എന്നുള്ളതൊക്കെ ആയിരിക്കും. എൻ്റെയൊക്കെ ഇതിരിപ്പുണ്ട്, എന്നതാ നമ്മുടെ ജാതകം ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ കുറേ അന്ന് അച്ഛനൊക്കെ ഞങ്ങളുടെ 3 പേരുടെയും ജാതകമൊക്കെ എഴുതിച്ചായിരുന്നു. ഇപ്പം നമ്മൾ മിക്കവരുടെയും ജാതകം, ഞാൻ പിള്ളേരുടെ ജാതകമൊന്നും ഇതുവരെ എഴുതിച്ചിട്ടില്ല. കറക്റ്റ് സമയം എഴുതി കുറിച്ച് കാശു മാപ്പ സാപ്പു സൂപ്പും ഒക്കെ ഇല്ലേ ചതുരക്കളത്തിൽ, അതെല്ലാം കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കല്യാണം വരുമ്പോൾ ആ കാശു ഷാപ്പമായ പോയി നോക്കിച്ചാൽ കറക്റ്റ് എല്ലാം അറിയാം. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ മുതിർന്നിട്ടില്ല. വലിയൊരു പുസ്തകമാക്കാൻ വേണ്ടിയിട്ട് പുസ്തകമാക്കി കഴിഞ്ഞാൽ അതിനകത്ത് പലതും എഴുതി വരും. അതുകൊണ്ട് നമ്മളത് വായിച്ചിട്ട് 10, 2000, 3000 രൂപ കളഞ്ഞിട്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ലല്ലോ ജാതകം വായിച്ചിട്ട്. അതുകൊണ്ടാണ് കൂടുതലും ഇതിനൊന്നും പോവാത്തത്. നമുക്ക് ജനിച്ച സമയം മാത്രം മതി. തക്കുറി ഓക്കെ, അത് ചാപ്പു മാപ്പ താപ്പാപ്പ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കുക, ഗ്രഹനിലയായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് മതി. നമ്മുടെ വിവാഹമൊക്കെ വരുമ്പോൾ അത് നോക്കാം. പിന്നെ എല്ലാം നോക്കിയാലും എന്തൊക്കെ ഓരോ കാര്യങ്ങളുണ്ടല്ലേ ആൾക്കാർക്ക് നടക്കുന്നത്. ജാതകം നോക്കി കല്യാണം കഴിച്ചവർ ഇതായിട്ട് നിൽക്കുന്നുണ്ട്, ജാതകം നോക്കാതെ കല്യാണം കഴിച്ചവർ അടിപൊളിയായിട്ട് ജീവിക്കുന്നതെല്ലാം മനസ്സിൻ്റെ പൊരുത്തവും എല്ലാം എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ കാരണവന്മാർ വരുത്തി കൂട്ടി വെച്ച ഒരു വല്ലാത്ത സാധനമാണ് ഈ ജാതകം എന്ന് പറയുന്നത്. അതിൻ്റെ ആവശ്യമേ അന്ന് തൊട്ടില്ലായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം വിശ്വസിക്കാമായിരുന്നു. പക്ഷേ നമുക്ക് കുറച്ചൊക്കെ വിശ്വാസം ഇല്ലാതിരിക്കാനും പറ്റത്തില്ല. എല്ലാം ഞാൻ തന്നെയാണ് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താൻ സമയമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഉച്ച കഴിഞ്ഞ് വൈകിട്ടൊക്കെ ഞങ്ങൾ എട്ടങ്ങാടിയൊക്കെ പുഴുങ്ങുമ്പോൾ ഒത്തെങ്കിൽ ഞാൻ എല്ലാം എടുക്കാം, എന്നിട്ട് നാളത്തെ വീഡിയോയിൽ ഇട്ടേക്കാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. ടാറ്റാ.